എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ് തുടർച്ചയായി അവഗണിച്ചവർക്കെതിരെ ഇഡി എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കംപ്ലൈന്റ് ഫയൽ ചെയ്തു. കൊല്ലത്തെ കശുവണ്ടി വ്യവസായി അനീഷ് ബാബുവിനും അമ്മ അനിത ബാബുവിനെതിരെയുമാണ് കംപ്ലൈന്റ് ഫയൽ ചെയ്തത്. ഇവർ PMLA സ്പെഷ്യൽ കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി നേരത്തെ കോടതി തള്ളിയിരുന്നു. ഇഡി 10ലധികം തവണ ഇരുവർക്കും അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് സമൻസ് അയച്ചിരുന്നു. എന്നാൽ ഇരുവരും സമൻസ് അവഗണിക്കുകയായിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയച്ച സമൻസുകൾക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകുകയോ ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കുകയോ ചെയ്യാതിരിക്കുന്നതിന് തക്കതായ കാരണം അറിയിച്ചിട്ടില്ല. പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട കേസാണെന്ന് ഹൈക്കോടതി ജാമ്യ ഹർജി തള്ളിയ ഉത്തരവിൽ പരാമർശിച്ചിരുന്നു. PMLA സെക്ഷൻ 50(3) പ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസിൽ വ്യക്തി അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകേണ്ട ബാധ്യതയുണ്ട്. PMLA സെക്ഷൻ 63 പ്രകാരം സമൻസ് ചെയ്യപ്പെട്ട വ്യക്തി അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകാതിരിക്കുകയോ ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കാതിരിക്കുകയോ ചെയ്താൽ ഓരോ പ്രാവശ്യം ഹാജരാകാത്തതിന് 10,000 രൂപ പിഴ ഈടാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് അധികാരമുണ്ട്. ഭാരതീയ ന്യായ സംഹിത 208 പ്രകാരം 1 മാസം തടവോ പിഴയോ ലഭിക്കാവുന്ന കുറ്റമാണിത്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ MJ സന്തോഷ് മുഖേനയാണ് കംപ്ലൈന്റ് ഫയൽ ചെയ്തത്. സംസ്ഥാനത്ത് ആദ്യമായാണ് സമൻസ് അവഗണിച്ചതിൽ ഇഡിയുടെ കടുത്ത നടപടി. ജനം, കൊച്ചി.